പൂക്കി കലോത്സവമായിരുന്നു. അതായത് കുട്ടികൾ അവരുടെ ഒരു ജനറേഷൻ മാറുന്നതിൻ്റെയൊക്കെ ഒരു കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാകുന്ന ഒരു കലോത്സവം കൂടിയായിരുന്നു. മിനിസ്റ്റർക്ക് അത് എങ്ങനെയാണ്, മിനിസ്റ്റർ എങ്ങനെയാണ് നോക്കി കണ്ടത്? കുട്ടികൾ മാത്രമല്ല, മന്ത്രി തന്നെ പൂക്കിയായത് നമ്മൾ കണ്ടതാണ് ഈ കലോത്സവത്തിൽ. നേരത്തെ മിനിസ്റ്റർ പല കലോത്സവങ്ങളും പറഞ്ഞെങ്കിൽ ഈ കലോത്സവത്തിലാണ് ഒരു പൂക്കി മന്ത്രിയെ കൂടി നമ്മൾ കണ്ടത്. യഥാർത്ഥ പൂക്കിയെ നമ്മൾ കണ്ടത് ഈ കലോത്സവത്തിലായിരുന്നു. അപ്പനും മാവാന്നും പൂക്കിയെന്നും ഒക്കെ വിളിക്കാൻ കഴിയുന്ന ഒരാളായി ഞാൻ മാറിയിട്ടുണ്ട്. ഏറ്റവും സന്തോഷം. 5 ദിവസം പരാതികളൊന്നുമില്ലാതെയാണ് ഈ കലോത്സവം നടന്നു പോകുന്നത്. അത് സംഘാടക സമിതിയുടെ വലിയ നേട്ടം തന്നെയാണ്. സംഘാടക സമിതിയുടെ മാത്രമല്ല, നമ്മുടെ എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട്. ഇതിൽ കാണാൻ വന്നവരും കളിച്ചവരും മാധ്യമങ്ങളും അങ്ങനെ എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട്. ആ പങ്കാളിത്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറ്റമറ്റതായി ഇത് നടത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ 2 വ്യക്തിയുടെയോ മാത്രം കഴിവല്ല. നിങ്ങൾക്കും ഇതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക്, നിങ്ങളുടെ ടച്ചും ഇക്കാര്യത്തിലുണ്ട് എന്നുള്ളതാണ്. ഒരൊറ്റ കാര്യം കൂടെ, മത്സരം അവസാന ലാപ്പിലേക്ക് കടക്കുക. ഇന്ന് 8 എണ്ണമാണ് ഉള്ളത്. കണ്ണൂർ വലിയ പോയിന്റുമായി മുന്നിലുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ഇഞ്ചോടിഞ്ച് പോരാട്ടമായി പുറകെയുണ്ട്. മന്ത്രി പ്രതീക്ഷിക്കുന്നത് എന്താണ് റിസൾട്ട്? 14 ജില്ലയ്ക്കും കിട്ടിയ എനിക്ക് സന്തോഷം. എന്തായാലും വളരെയധികം നന്ദി. വിദ്യാഭ്യാസ മന്ത്രിയാണ് നമുക്കൊപ്പം ചേർന്നത്. കാരണം ഈ കലോത്സവം വലിയ വിജയമായതിന്റെ പിന്നിൽ ഏറ്റവും മുന്നിൽ പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം, അല്ലെ? ഏറ്റവും എടുത്തു പറയേണ്ടതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന മികവ്. ഓരോ കുട്ടികളെയും പരിഗണിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു കഴിവും, ഈ പറഞ്ഞതുപോലെ തന്നെ CAയുടെ കാര്യം പറയുന്നത് പോലെ തന്നെ, അല്ലേ? ഒരു മന്ത്രി, ഞാനൊരു പൂക്കി മന്ത്രിയായെന്ന് പറയുന്നത് അത് എത്ര ക്യൂട്ടാണ് ശരിക്കും. പൂക്കി അദ്ദേഹം പറഞ്ഞ കാര്യം കേട്ടോ. എന്നെ അപ്പൂപ്പെന്ന് വിളിക്കുന്നുണ്ട്, മുത്തശ്ശെന്ന് വിളിക്കുന്നുണ്ട്, പൂക്കിയെന്ന് വിളിക്കുന്നുണ്ട്, മാമെന്ന് വിളിക്കുന്നുണ്ട്. ഇങ്ങനെ ഉൾക്കൊള്ളാൻ തയ്യാറായ ഒരു ഇങ്ങനെ കുട്ടികളുടെ കൂടെ നിൽക്കുന്ന, കുട്ടികളുടെ ഒരാളായി നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി, അങ്ങനെയുള്ള ഒരാളുടെ സംഘാടന മികവ് കൂടിയാണ് ഈ കലോത്സവത്തിന്റെ ഒരു വിജയത്തിലേക്ക് എത്തിച്ചത്. അദ്ദേഹം മന്ത്രിയായ സമയത്ത് ഇങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി അദ്ദേഹത്തിന് ഉണ്ടാകും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. ആ കുട്ടികളോട് ചേർന്ന് പോകുന്ന ആ ഫ്ലെക്സിബിലിറ്റി അത് അത്ഭുതമാണ്.